പരിധി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ഓളം എന്ന ചെറുകഥാ സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു കഥ അഭയം. അവളുടെ അനുജൻ ഇന്നലെയാണ് മരിച്ചത്. വിശന്നിട്ടാണ്. പേമാരിയിൽ ഉണ്ടായ വലിയ ഒഴുക്കിൽ ഓടവെള്ളം ശവത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. ആ 2 വയസ്സുകാരൻ 2 ദിവസം ആഹാരത്തിനായി കീറി വിളിക്കുകയായിരുന്നു. അവളെക്കൊണ്ട് കുറച്ച് അഴുക്കുവെള്ളം മാത്രമേ അവന് നൽകുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇന്ന് അവൾക്ക് ആ ചുമതലയും തീർന്നു കിട്ടിയിരിക്കുന്നു. അവനേക്കാൾ 6 വയസ്സ് മൂത്തതായിരുന്നതിനാൽ അവൾക്ക് കുറച്ചുകൂടി ജീവൻ പിടിച്ചു നിൽക്കാൻ കഴിയും. അന്യ സംസ്ഥാനത്തിലേക്കുള്ള സർക്കാർ സ്വകാര്യ ബസ്സുകളുടെ താവളമാണത്. അത് പ്രവർത്തനരഹിതമായിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി. സമരം കാരണം കടകളൊന്നും തുറക്കുന്നില്ല. യാത്രക്കാരുടെ അഭാവത്താൽ ചപ്പുചവറുകളും കുറവാണ്. എങ്കിലും കൂമ്പാരങ്ങളിൽ വല്ല ഭക്ഷ്യവസ്തുക്കളും ഉണ്ടോ എന്ന് അവൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷെ ഫലം വളരെ മോശം. അപൂർവമായി കാണുന്ന ചില വഴിപോക്കരോട് അവൾ യാചിക്കും. ഇനിയിപ്പോൾ കാശ് വാങ്ങി അലഞ്ഞു നടക്കുവാനുള്ള ആരോഗ്യമൊക്കെ അവളിൽ നിന്നും പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞിരുന്നു. അവൾ വയറ്റത്തും വായയിലും അടിച്ച് നേരിട്ട് ആഹാരം തന്നെ ചോദിച്ചു തുടങ്ങി. ഇനി ചിലപ്പോൾ 3 നേരം കൂടി ആഹാരം ലഭിക്കില്ല എങ്കിൽ ചിലപ്പോൾ അവൾ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ തനിയെ മരിക്കും. തലേ ദിവസത്തെ ഉറക്കമില്ലായ്മ അവളുടെ മുഖത്ത് രേഖകൾ എഴുതിയിരുന്നു. മഞ്ഞിൻ്റെ തണുപ്പിൽ നിന്ന് അഭയം തേടുവാനായി കമ്പിളി കൊണ്ട് മൂടിപ്പുതച്ച് ചുരുട്ടും വലിച്ച് ഒരു ചില തദ്ദേശവാസികൾ അവിടെ ഉണ്ടായിരുന്നു. തൻ്റെ സ്വത്തായ പഴഞ്ചേലകളുടെ ഭാണ്ഡത്തിലെ പുകയിലക്കറ പറ്റിയ ഒരു കോണിൽ ചാഴിച്ചു വെച്ച ശേഷം അവൾ അതിരാവിലെ തന്നെ തെണ്ടാനിറങ്ങി. പ്രഭാതരശ്മികൾ പൂർണ്ണമായും തറയിൽ പതിച്ചു തുടങ്ങിയിരുന്നില്ല. 1-2 വ്യക്തികളോട് അവൾ ചെന്ന് ആംഗ്യം കാണിച്ചു. ഒന്നും സംഭവിക്കാത്ത പോലെ അവർ അവരവരുടെ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടേയിരുന്നു. തേച്ചു മിനുക്കിയ വസ്ത്രവും കൈഘടികാരവും ഒരു വലിയ സഞ്ചിയുമായി ഒരാൾ താവളത്തിൻ്റെ വടക്കേ അറ്റത്ത് നടന്നു നീങ്ങുന്നത് അവൾ കണ്ടു. അരയണയെങ്കിലും തരാതിരിക്കില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ ഓടി. അയാൾക്ക് അഭിമുഖമായി നിന്നു ആംഗ്യങ്ങൾ കാണിച്ചു. അയാൾ മാറി നിൽക്കുവാൻ പറഞ്ഞു. സ്വയം വഴിമാറി നടന്നു തുടങ്ങി. അവൾ അയാളെ വീണ്ടും തടസ്സപ്പെടുത്തി തുടങ്ങി. ക്രോധം അയാളുടെ മൂർധാവിലേക്ക് കയറി. മാറടി പന്ന. അതൊന്നും അവൾ കാര്യമാക്കിയില്ല. പത്രാസുകാരെ നിരന്തരം ശല്യപ്പെടുത്തിയാൽ ഒടുവിൽ എന്ന കാര്യത്തിൽ അവൾക്ക് നല്ല അനുഭവജ്ഞാനമാണ്. അങ്ങനെ അയാൾ തന്നെ തൃപ്തിപ്പെടുത്തുന്നില്ല എന്നറിഞ്ഞതും അറിയാതെ അവളുടെ അഴുക്ക് പുരണ്ട കൈകൾ അയാളുടെ കുപ്പായത്തിൽ കയറി പിടിച്ചുപോയി. പൊടുന്നനെ നിയന്ത്രണം വിട്ട അയാൾ ഒരു ഊക്കനടി അവളുടെ ചെവിയോട് ചേർത്ത് കൊടുത്തു. അയാളുടെ കൈപ്പത്തിയോളം മാത്രമേ അവളുടെ മുഖമുണ്ടായിരുന്നുള്ളൂ. അവളുടെ ചുണ്ട് മുറിഞ്ഞ് ചോര പൊടിഞ്ഞു. തറയിൽ നിന്ന് പതറി എഴുന്നേറ്റ അവളുടെ ഹൃദയം ഭയത്താൽ വേഗത്തിൽ മിടിച്ചു. ശേഷിച്ച ആയുസ്സും നിറഞ്ഞ കണ്ണുകളുമായി അവൾ തിരിഞ്ഞു നടന്നു. ചിലരൊക്കെ രംഗം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അവരിൽ ചിലരുടെ മുഖത്ത് ഒരമർന്ന ചിരി തങ്ങി നിന്നിരുന്നു. സമരത്തിൻ്റെ വിജനതയിൽ അന്നും അവൾ തലേ ദിവസത്തെ മഴവെള്ളത്തെ വിശ്വസിച്ച് ഓടക്കരയിലെ ചവറുകൂമ്പാരത്തിനരികിലേക്ക് പോയിരുന്നു. അവിടെ ഒരു മൂലയിലായി 2 ഇരുണ്ട കണ്ണുകൾ അവളെ തന്നെ നോക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. ആ താടിക്കാരൻ അവളെ മാടി വിളിച്ചു. നേരത്തെ അടി കൊണ്ടതിൻ്റെ വിറയിൽ അവളിൽ നിന്നും മാറിയിട്ടില്ലായിരുന്നു.
എങ്കിലും അവൾ നടന്നു. അയാൾ അവളെ കൈപിടിച്ചു കൊണ്ടുപോയി. അയാൾക്കും ഉണ്ടായിരുന്നു കുറച്ച് ആഡംബരം. അവർ കുറേ ദൂരം നടന്നു. ഒരു ചായപ്പീടികയുടെ മുന്നിൽ ചെന്ന് നിന്നു. അയാൾ അവൾക്ക് പലഹാരങ്ങളും ചായയും വാങ്ങിക്കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന പകുതിയോളം പലഹാരങ്ങൾ അവൾ തിന്നു തീർത്തു. ഇടയ്ക്ക് ഇടം കണ്ണിട്ട് നോക്കുമ്പോൾ അവളെ നോക്കി അയാൾ ചിരിക്കുന്നുണ്ടായിരുന്നു. ആ വാത്സല്യത്തിന് പകരം തിരിച്ച് ചിരിക്കുവാൻ തനിക്ക് അവകാശമുണ്ടോ എന്നറിയാതെ ഒരു കൃത്രിമ ഭയം അഭിനയിച്ച് അവൾ നമ്രതയായി തന്നെ നിന്നു. കാശ് കൊടുക്കുമ്പോൾ അവളുടെ വയറ് നിറഞ്ഞിരുന്നു. പക്ഷേ അടുത്ത നേരത്തിനായി കുറച്ചുകൂടി വാങ്ങിത്തരുമോ എന്നതായിരുന്നു അവളുടെ മനസ്സിലെ കൊതി. അവളുമായി അയാൾ നടന്നു. ഒരു സ്ഥിരമായ ആശ്രയമാണോ അയാൾ എങ്കിൽ തൻ്റെ പഴയ പഴംതുണികളുടെ ഭാണ്ഡം എടുത്തുകൊണ്ട് വരാമായിരുന്നു എന്നവൾ ചിന്തിച്ചു. ഒരു ഉട്ടമോൾ കാടിനുള്ളിൽ നിന്ന് അയാളുടെ ശബ്ദം കേട്ടു. ഒച്ച ഉണ്ടാക്കാതടി. പെട്ടി വിഴുങ്ങിയപ്പം ഒരനക്കവുമില്ലായിരുന്നല്ലോ. അവൾ വീണ്ടും ശബ്ദമുയർത്തി. അവളുടെ ശബ്ദം നിരത്തിലെ വഴിപോക്കരുടെ ശ്രദ്ധയെ ആകർഷിക്കും വണ്ണം ഉയർന്നപ്പോൾ അയാൾ പിടിവിട്ടു. അവളുടെ കവിളുകളിൽ ഒരു ഊക്കൻ ആട്ടി വെച്ച് കൊടുത്തതും അവൾ വീണ്ടും നിലത്ത് വീണു. പതറി എണീറ്റ് അവൾ വീണ്ടും ഓട്ടം പിടിച്ചു. വായ പൊളിച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ട് നിരത്തുവക്കിലൂടെ അവൾ ഓടുന്നത് ഒരു ചില വഴിപോക്കർ വെറുതെ അങ്ങനെ കണ്ടു നിന്നു. അങ്ങനെ അവൾ അവളുടെ ഭാണ്ഡത്തിനടുത്തെത്തി. പുകയില കറ പിടിച്ച തൂണിൽ ചാരി ആ ഭാണ്ഡം അങ്ങനെ നിശ്ചലം ഇരിക്കുകയായിരുന്നു. തിടുക്കത്തിൽ അവൾ അത് തുറന്ന് അതിനുള്ളിൽ നിന്ന് രക്തക്കറ പിടിച്ച ഒരു ചേല അവൾ പുറത്തെടുത്തു. മാതൃഗന്ധമുള്ള ആ പഴന്തുണിയിൽ മുഖമമർത്തി അവൾ ഉറക്കെ കരഞ്ഞു.